ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്ക് ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക്കാമ്പ് നല്ല വറുത്തരച്ചിട്ടുള്ളൊരു ಅಡಿಪೊಳಿ ಕರಿയാണ് കേട്ടോ. ನಮ್ಮ ಕನ್ನಡದಲ್ಲಿ ಹೇಳಿದರೆ ಕಣಿಲೆ ಅಂತ ಹೇಳ್ತದೆ. ಏನು ಕಣಿಲೆ, ಮೊಳಕಾಂಬಿನ ಕಣಿಲೆ ಅಂತ ಹೇಳ್ತಾ ಆಯಿತಾ. ಅದು ತುಂಬ ತೆಂಗಿನಕಾಯಿಯೆಲ್ಲ ಒಗ್ಗರೆ ಮಾಡಿ ಮೆಣಸುಕಾಯಿ ಇದೆಲ್ಲ ಒಗ್ಗರೆ ಮಾಡಿ തയ്യാർ ಮಾಡೋದೈತಾ. അപ്പോൾ നമ്മളിത് അടിപൊളിയായിട്ടോ. അപ്പോൾ കന്നഡത്തിൽ എന്താണെന്നില്ലേ പറയണം. അപ്പോൾ അത് ഞാൻ എല്ലാം വെച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഞാൻ ഇത്ര കാലം ഇത് ചെറുപയർ ഇട്ടിട്ട് വെക്കും, മമ്പയർ ഇട്ടിട്ട് വെക്കും, പരിപ്പ് ഇട്ടിട്ട് വെക്കും, കടല ഇട്ടിട്ട് വെക്കും. അധികം കടലയും ചക്കക്കുരും പിന്നെ മുളക്കാമ്പുമാണ് കേട്ടോ വെക്കൽ. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. ഒന്നും പറയാൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു മുളക്കാമ്പ് കറി ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ വെച്ചതായതുകൊണ്ട്, എൻ്റെ ഒരു റെസിപ്പി ആയതുകൊണ്ട് പറയല്ല, സത്യമായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ മുളക്കാമ്പ് സാധാരണ എങ്ങനെയാണ് നമ്മൾ 2 ദിവസം 3 ദിവസം വെള്ളത്തിലിട്ട് ഡെയിലി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എന്നിട്ടൊക്കെയല്ലേ നമ്മൾ വെക്കൽ. എന്നിട്ട് ആദ്യം എന്താക്കുക, മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പിന്നെ അടുപ്പത്ത് വേവാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ഈ 3 ദിവസത്തിന് 2 ദിവസത്തിനൊക്കെ വെള്ളത്തിലിട്ട് വെക്കൽ. നമ്മളവിടെ യൂസ്കെല്ലാം പറയും ഓരോ പിന്നെ തിന്നാനില്ലാത്തൊക്കെ ഒരു കാലത്തിൽ യൂസ്കാൻ്റെ ഉമ്മെല്ലാം എന്തത്ര ചെയ്യുന്നുണ്ടായത്. ഈ ഒരു സമയത്തല്ല, ഇത് മഴക്കാല സമയത്തല്ല ഇത് ഉണ്ടാവുക. എന്നിട്ട് എന്താക്കുമല്ലോ, പോയിട്ട് കൊത്തി കൊണ്ടുവന്നിട്ട് അരിഞ്ഞിട്ട് തിളപ്പിച്ചിട്ട് ഉപ്പിട്ട് തിളപ്പിക്കുമല്ലോ. എന്നിട്ട് അതിൻ്റെ കട്ട് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ തിന്നാൻ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കാലം ഉണ്ടായിന്. നമ്മളവിടെ യൂസ്ക്ക് ഉണ്ടെങ്കിൽ ആ ചരിത്രങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ യൂസ്ക്ക് ഞാൻ ഇരുന്നിട്ടില്ലൊരു വീഡിയോ ചെയ്യാൻ കഴിയൂല. യൂസ്ക്ക് അവിടെയും ഞാൻ ഇവിടെയല്ലേ. വരുന്ന സമയത്താണെങ്കിൽ 4-5 ദിവസം ലീവിന് വരുന്ന സമയത്താണെങ്കിൽ ചെയ്യാൻ വിചാരിച്ചാൽ അപ്പം 100 അവിടെ ഇവിടെ പോകാനും 100 ഇടപാടുകൾ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനോ അല്ല എന്തെങ്കിലും പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വീഡിയോ ചെയ്യാനൊന്നും ശരിക്കും ഒഴിവ് കിട്ടലൊന്നുമില്ല. ഇൻഷാ അല്ലാ എന്തെങ്കിലും ഒരു സമയത്ത് അങ്ങനത്തെ ഒക്കെ ഒരു കഥകളൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പം ഞാനിതാ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കേട്ടോ ഇട്ടിട്ട്, ഇത് ഉമ്മ കൊണ്ടു തന്നതാണ്. അപ്പോൾ ഉമ്മ വെള്ളത്തിൽ ചെത്തി വെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊക്കെ ശരിയായി എല്ലാം സെറ്റാക്കിയിട്ടാണ് കൊണ്ടു തന്നിനത്. അപ്പോൾ ഒരിക്കൽ വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ഒരു അച്ചാർ ഇടാന്ന് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അച്ചാറും ഇടാം. അപ്പം എനിക്ക് വേണ്ട, ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്ത് നോക്കാറുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുളക്കാമ്പ് ഇപ്പോൾ നമ്മളിവിടെ ഒന്നും കിട്ടാത്തവരില്ല, കിട്ടാത്ത സ്ഥലങ്ങളും ഉണ്ടാവും. എന്താണെന്ന് അറിയൂല കേട്ടോ. കിട്ടാത്ത സ്ഥലങ്ങളുണ്ടോയെന്നുള്ളത് എനിക്കറിയൂല, തിന്നാത്ത ആൾക്കാരുണ്ടോയെന്നുള്ളതും എനിക്കറിയൂല. അപ്പോൾ തിന്നാത്ത ആൾക്കാരോടായിട്ടൊന്ന് പറയണത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊന്ന് തിന്ന് നോക്കിട്ടോ. അപ്പോൾ ഞാൻ എന്താക്കിയാൽ ഇത് ഉപ്പും മഞ്ഞളിട്ട് അടുപ്പത്ത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചുവന്ന ഉള്ളിയും വലിയ ജീരകവും കരിവേപ്പില ഇട്ടിട്ട് എന്താക്കുക, അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് നല്ല വറുക്കുക. നമ്മൾ ചിക്കൻ കറിയൊക്കെ ആക്കൂലേ, ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പിൽ തന്നെയാണ്. ഞാൻ വറുത്തരച്ച് ചിക്കൻ കറി ആക്കൂലേ, സത്യം ഞാൻ പറയുന്നത്, ഞാൻ വെറുതെ തള്ളുകയല്ല, സത്യമായിട്ട് നിങ്ങളൊന്ന് ആക്കി നോക്കിയിട്ട് ആരെങ്കിലും എൻ്റെ ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ മുളക്കാമ്പ് കറി ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് എനിക്കൊരു കമൻറ്റ് തരണം കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിനി, ഈ കറി ഉണ്ടാക്കിനി എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തണം കേട്ടോ. ഞാനും വെച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് സത്യമായിട്ടാണ് പറയണത്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ബട്ടൺ അടിക്കിട്ട മക്കളെ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലല്ലേ, ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കത് എന്ത് കാര്യമാണെങ്കിലും ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിച്ചിട്ട് നമുക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ നല്ല വറുത്തിട്ട് അതവിടെ
അരക്കുന്നുണ്ട്. എന്നിട്ട് എന്താക്കുക, നമ്മൾ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക, കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി നല്ല വാട്ടി കൊടുക്കുക കേട്ടോ. ഒരുവിധം വാടിക്കോട്ടെ, നല്ല ബ്രൗൺ കളർ ആവണമെന്നൊന്നും പറയുന്നില്ല, ഒന്ന് നല്ല വാട്ടി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് വാട്ടിക്കൊടുത്ത് അതിലേക്ക് സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കൂലേ, അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരക്ക് ഒന്ന് നല്ല വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഒരു കഷ്ണം തക്കാളി അവിടെ മുറിക്കാൻ ഇതായിരുന്നു കേട്ടോ. ഇതെന്താ പറയുക, ഞാൻ ഒരു കയ്യിൽ ക്യാമറ എടുത്ത് ഒരു കൈയും കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമറയിൽ ഒരു വീഡിയോ എടുക്കുക പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് കുറേ കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങാൻ എന്താ കാരണം എന്നുള്ളതൊക്കെ കുറേ പറയാനുണ്ട്. ഇൻഷാ അല്ലാ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ഇടും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണിൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ് ഇത് കേട്ടോ. അപ്പം ഇതിലേക്കൊക്കെ ഞാൻ വരാൻ വലിയൊരു കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പം സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആവട്ടെ, നമ്മളെന്തു ട്രൈ ചെയ്ത് നോക്കുക. അത് സക്സസ് ആക്കണതും ആക്കാതെ വെക്കണം അതൊക്കെ റബ്ബിൻ്റെ കയ്യിലാണ്. ഇത് ഹൈറാണോ ഷെറാണോ അതൊക്കെ തീരുമാനിക്കുന്നത് റബ്ബാണ്. പിന്നെ നമ്മൾ വല്ലാതെ അയഞ്ഞാടാതെ നിൽക്കുക. ഇത് നമ്മളൊരു ജോലി പോലത്തെ ഒരു ഭാഗമാണെന്ന് മാത്രം. ഇതിപ്പോൾ നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ. അതുപോലെ ഇതൊരു വീഡിയോ ചെയ്തിട്ടാൽ മാത്രം നമുക്ക് ഇതിൻ്റെതായത് ഉണ്ടാവുള്ളൂ. പിന്നെ ജനങ്ങളെ സപ്പോർട്ട് അതെന്തായാലും വേണം. പിന്നെ ഇതെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി. എന്നാൽ അസ്സലാമു അലൈക്കും.